കുമ്മാട്ടിക്കളിയാണോ? അപ്പോൾ കുമ്മാട്ടിക്കളി എന്താണെന്ന് ശരിക്കും നല്ലവർ പറയാമോ? ഇത് ദൈവത്തിന്റെ രൂപങ്ങളാണ് ആക്ച്വലി. ദൈവത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അച്ഛൻ്റെ ഒരു ആക്ടർ എത്രത്തോളം മാധവനിലെ നടനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? കൂടുതലും കണ്ടുപഠിച്ചതാണ് അച്ഛൻ എന്നൊരു ആക്ടറിൽ നിന്നും ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത്. സിനിമയിൽ കയറുമ്പോൾ അച്ഛൻ തന്നിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് പ്രിപ്പയർ വെൽ, ഡു യുവർ ബെസ്റ്റ്, ഹാവ് കോൺഫിഡൻസ് ഇൻ യുവർസെൽഫ്. തങ്കമണി എന്ന് പറയുന്ന ദിലീപേട്ടന്റെ പൂജയ്ക്ക് വെച്ചിട്ടാണ് വിൻസെന്റ് സാർ, അതായത് RK വിൻസെന്റ് സെൽവ, ഇങ്ങനെ ഒരു മലയാളം പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. 4 years ആണെങ്കിലും 6 years ആണെങ്കിലും 8 years ആണെങ്കിലും എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ഡൈനാമിക് ചേഞ്ച് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആവേണ്ടതുണ്ട്. ലൈഫ് ഹാസ് ബീൻ വെരി ഫാസ്റ്റ് പേസ്ഡ് ആഫ്റ്റർ കോവിഡ്. 2 എക്സാമ്പിൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ദുൽഖർ സൽമാൻ, ഒന്ന് പൃഥ്വിരാജ് സുകുമാരൻ. ഇവരാരെങ്കിലും ഈ കാലഘട്ടത്തിൽ നെപ്പോക്കിട്ടെന്ന് വിളിക്കും. വന്ന സമയത്ത് എന്തൊക്കെയാ പറഞ്ഞു? ചേച്ചി തന്നെ പറഞ്ഞു എന്തായിരുന്നു പഠിച്ചു വന്നിട്ടുണ്ടല്ലോ. സിപെക്സ് ടോക്കിൽ കുമ്മാട്ടിക്കളി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ചേരുന്നത് മാധവ്, ദേവിക, യാവി ആൻഡ് അജ്മൽ. വെൽക്കം ടു സിപെക്സ് ടോക്ക്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? 4 പേർക്കും സുഖമായിട്ടിരിക്കുന്നു. ഇന്റർവ്യൂ ആയിട്ട് ചടച്ചിരിക്കുന്നുണ്ടോ? ക്ഷീണിച്ചിരിക്കുന്നുണ്ടോ? പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ട്രെയിലറിൽ നിന്ന് തുടങ്ങാം. ഇപ്പൊ ട്രെയിലർ 2 സോങ്സ് അല്ല റിലീസായത്. അപ്പൊ അത് നോക്കുമ്പോൾ ഈ കുമ്മാട്ടി എന്നുള്ളൊരു കുമ്മാട്ടിക്കളി ടൈറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഷോപ്പിന്റെ കുമ്മാട്ടി എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉണ്ട്, ആൻഡ് കുമ്മാട്ടി ബോയ്സ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു പേരിനോട് സിനിമയുടെ സ്റ്റോറി വൈസ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് കണക്ട് ആയിട്ടുള്ളത്? ഇപ്പൊ കുമ്മാട്ടി എന്ന് പറയുമ്പോൾ കളേഴ്സ്, മാസ്ക് വെച്ചിട്ടുള്ള, പിന്നെ കുറെ കളേഴ്സ്, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരിക. അപ്പൊ സ്റ്റോറി എങ്ങനെയാണ് മാറ്റുന്നത്? സോ കുമ്മാട്ടിക്കളി എന്നൊരു ആർട്ട് ഫോമിനെ ബേസ് ചെയ്തുള്ള സിനിമ അല്ലേ ഇത്? അല്ല, പക്ഷേ സിനിമയുടെ ഒരു കോർ മീനിങ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആസ്പെക്റ്റിലും കുമ്മാട്ടിക്കളി എന്നുള്ള ഒരു ആർട്ട് ഫോമിന്റെ ബേസിലാണ് ഇതിൽ ഓരോ കണക്ഷനും ഫോം ആയിരിക്കുന്നത്. അത് സിനിമ കാണുമ്പോൾ കാണുന്നവർക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇതിന് കുമ്മാട്ടിക്കളിയിലോട്ട് ബന്ധം വരുന്നത്. ഇപ്പൊ വിൻസെന്റ് സാർ ഡയറക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ 8 വർഷത്തിന് ശേഷം മലയാളത്തിൽ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുകയാണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് മലയാളത്തിൽ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് കാസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ കുമ്മാട്ടിക്കളി എന്നൊരു അൺടൈറ്റിൽ സ്ക്രിപ്റ്റ് ആണ്. ഇതുപോലൊരു പ്രോജക്റ്റ് വന്നപ്പോൾ RB ചൗധരി സാറിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തപ്പോഴും മലയാളത്തിൽ ഇങ്ങനെ ഒരു ഫിലിം ചെയ്യണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. ആൻഡ് ബാക്കി കാര്യങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും. പക്ഷെ മലയാളത്തിൽ ചെയ്യാനുള്ള ആഗ്രഹം സാറിന്റെ തന്നെയായിരുന്നു. മാധവന്റെ ഒരു ഫസ്റ്റ് ഫിലിം എന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിലോട്ട് എത്തുന്നത്? ടെക്നിക്കലി എന്റെ ഫസ്റ്റ് ഫിലിം JSK ആണ്. അതിന് ഞാൻ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ടുണ്ട്. കുമ്മാട്ടിക്കളി എനിക്ക് വന്നത് JSK ഞാൻ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴാണ്. ആൻഡ് അജു പ്രൊഡക്ഷൻ ടീമിന്റെ ഭാഗമായിരുന്നു, ഡയറക്ടോറിയൽ ടീമിന്റെ ഭാഗമായിരുന്നു. അജു ആണ് ഇത് എന്നിലോട്ട് എത്തിക്കുന്നത് സജിത്താട്ടൻ വഴി. എനിക്കിങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ഡെനിസ് എന്ന ക്യാരക്ടറായിരുന്നു ഞാൻ അനലൈസ് ചെയ്തത്. 60% ഓഫ് മാധവ് സുരേഷ് കുഡ് ബി യൂസ്ഡ് ഫോർ ഡെനിസ്. ബാക്കി ഒരു 40% വിൻസെന്റ് സാർ ഉദ്ദേശിക്കുന്ന ഡെനിസിലെ ആസ്പെക്ട്സ് എടുത്ത് ഞാനൊരു ബ്ലെൻഡ് ക്രിയേറ്റ് ചെയ്യണം അവിടെ. അത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് തോന്നി ഞാൻ അക്സെപ്റ്റ് ചെയ്തു പ്രോജക്റ്റ്. ആൻഡ് സെറ്റിൽ വന്നതിന് ശേഷമാണ് ഇവരെല്ലാവരെയും പരിചയപ്പെടുന്നത്. എക്സെപ്റ്റ് അജ്മൽ, ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള മിഥുൻ ഉണ്ടായിരുന്നു, അവനെ അവിടെ വെച്ച് പരിചയപ്പെട്ട. ധനഞ്ജയൻ എനിക്ക് കുഞ്ഞിലോട്ട് അറിയാവുന്നത്. ആൻഡ് ഓവറോൾ നമ്മളെല്ലാവരും ഒരു ഫാമിലി ഓർ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് പോലെയായിരുന്നു. ഫസ്റ്റ് നമ്മൾ ഓഫ് സ്ക്രീൻ ആയിരുന്നു നമ്മുടെ ഒരു ബോണ്ട് ബിൽഡ് ചെയ്തത്. അതിൽ നിന്ന് ബിൽഡ് ചെയ്ത് നമ്മൾ ഓൺ സ്ക്രീൻ മാക്സിമം ഒരു ഫാമിലി വാല്യൂ ഓർ ലൈക്ക് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ മാക്സിമം നമ്മൾ പോർട്രേ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതാണ് കുമ്മാട്ടിക്കളിയിൽ കണ്ടിരിക്കുന്നത്. ദേവിക്ക് എങ്ങനെയാ ഫസ്റ്റത്തെ മലയാളം സിനിമ? അതെ, എങ്ങനെയായിരുന്നു? ഇത്രയും തമിഴ്, തെലുങ്ക് ഒക്കെ പോയി ഇപ്പൊ മലയാളത്തിലേക്ക് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? യെസ്, ഇത് ഞാൻ ഇവരെ ചെയ്തിട്ടുള്ളത് തമിഴ്, തെലുങ്കാണ്. ഇതെൻ്റെ 5th മൂവിയാണ്, ഫസ്റ്റ് മലയാളം മൂവിയാണ്. അപ്പോൾ മലയാളം മൂവി എനിക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ സജിത്തേട്ടൻ വഴിയാണ് ഈ പ്രൊജക്റ്റ് എനിക്ക് വരുന്നത്, ഇതിൻ്റെ ലൈവ് പ്രൊഡ്യൂസർ. സോ സ്ക്രിപ്റ്റൊക്കെ കേട്ടപ്പോൾ നല്ല സ്ക്രിപ്റ്റാണ്, അപ്പം അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ഓൾസോ എനിക്കിതൊരു മലയാളം മൂവിയായിട്ട് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്യുന്നില്ല, ബിക്കോസ് ഡയറക്ടറും തമിഴാണ് ആൻഡ് ഓൾസോ എൻ്റെ പേരും തമിഴാണ്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ കാണുമ്പോഴാണ് എനിക്ക് മലയാളം മൂവിയാണെന്നുള്ളൊരു ഫീല് വരുന്നത്. മലയാളം സംസാരിക്കുന്ന ലൊക്കേഷനിൽ ഇവരൊക്കെ ആയിട്ടായിരിക്കും. അതെ, ബിക്കോസ് ഡയറക്ടർ എന്നോട് ഡയലോഗ് പറയുമ്പോൾ കൂടെ തമിഴിലാണ് പറയുക. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഡെലിവറി ചെയ്യാം, തമിഴിലാണ് ഞാൻ ഡെലിവറി ചെയ്യാം. അപ്പോഴാ ADs വന്ന് പറയാം ഇത് മലയാളം പ്രൊജക്റ്റ് ആണ്, അപ്പോഴാ കണക്ട് ആവുന്നത്. അപ്പൊ എന്താ മുന്നേ മലയാളം സിനിമ എവിടെയെങ്കിലും ട്രൈ ചെയ്തിരുന്നു? മുന്നേ ഇല്ല, ഞാൻ മലയാളം മൂവി ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ്.
ഞാൻ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് മലയാളം മൂവീസിൽ, പക്ഷേ ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് പ്രോജക്റ്റ്. ഓക്കെ, യാമിക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വരുന്ന റോൾ മോഡൽസ് അല്ലെ, ഭയങ്കരമായ ഇപ്പം ഫഹദിന്റെ ഒരു സിനിമ, ഫഹദിന്റെ ഒരു സിനിമയിലൂടെ ആയിരുന്നു. അതിനുശേഷം പ്രാവ്, എനിക്ക് പ്രാവിലാണ് കുറച്ചുകൂടെ നമ്മള് കണ്ടിട്ടില്ല, അപ്പോ അങ്ങനെയാണ് വരുന്നത്. എനിക്ക് മൊത്തം നോക്കുമ്പോ എന്നിട്ടും ഒരു നമ്മള് എല്ലാ സിനിമ ചെയ്യുമ്പോഴും എല്ലാ ആക്ടേഴ്സിനും ഒരു നമ്മുടെ കരിയർ ഗ്രോത്ത് അവിടെ ആയിരിക്കും നമ്മുടെ ഒരു ബ്രേക്കിംഗ് പോയിന്റ് എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വന്നിരിക്കുന്നു കുമ്മാട്ടിക്കളിയാണ് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യാന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. എത്രത്തോളം കോൺഫിഡന്റ് ആണ് ഇപ്പൊ കുമ്മാട്ടിക്കളിയില്? അങ്ങനെ പറയുകയാണെങ്കിൽ പ്രാവും എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ ഫെസ്റ്റിവൽ റോൾ മോഡൽസ് ആണ്. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുണ്ട് മൂവീസ്, പക്ഷെ കൂടുതൽ അറിയാൻ തുടങ്ങിയത് പ്രാവ് തൊട്ടാണ്. അപ്പൊ പ്രാവിലാണ് ഫസ്റ്റ് ഹീറോയിനായിട്ട് ചെയ്തത് പ്രാവ് മൂവിയാണ്. അപ്പോൾ അതിൽ കൂടുതൽ പേര് അറിഞ്ഞു എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പിന്നെ ഇപ്പൊ കുമ്മാട്ടിക്കളിയാണ് ഇപ്പോൾ സെക്കൻഡ് ഇയർ. അപ്പോൾ ഇനിയിത് സിനിമ എങ്ങനെ പോവാമെന്ന് നമുക്കറിയില്ലല്ലോ. ഈ സിനിമ കണ്ട് എല്ലാവർക്കും ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടണം, എന്നാലും നമുക്ക് പറയാൻ പറ്റും നമ്മൾ എത്രത്തോളം അറിഞ്ഞു, നമ്മൾ എത്രത്തോളം പേര് അറിയുന്നുണ്ടെന്നൊക്കെ. ഈ സ്റ്റോറികൾ നമ്മളിങ്ങനെ ഉണ്ടായിരുന്നു, പത്മനാഭൻ സാറിന്റെ ഒരു രണ്ടും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. മറ്റേ ഒരു എന്താ പറയാ, സ്ത്രീക്കായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു, ഒരു നായകനേക്കാളും നായികയ്ക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട്. ഇവിടെ എന്ന് പറയുമ്പോ കുമ്മാട്ടി ബോയ്സ് 4 പേര്, ഈ 4 പേർക്കാണ് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ്, അവരുടെ സ്റ്റോറിയാണ് ഇതിൽ കൂടുതൽ പറയുന്നത്. അപ്പോൾ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. തൃശ്ശൂരാണോ? ഓക്കെ, നിങ്ങളെല്ലാരും കൂടുതൽ കളിയാക്കുന്ന ആളാണോ? ഭൈരവനെ നമ്മൾ അത്യാവശ്യമായിട്ട് കളിയാക്കാം. ഞാൻ ഒന്നും കൊടുക്കും. അവർക്ക് അവിടെ നമ്മളെ കൊണ്ടാണ് ഒരു എൻജോയ്മെന്റ് വൈബ് കിട്ടുന്നത്. വലിയവനായി കുട്ടികളൊക്കെ എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, പ്രൊഡക്ഷൻ ടീമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സിനിമയിലെ ഒരു കഥാപാത്രത്തിലേക്ക്, അതും 4 പേര് മെയിൻ കഥാപാത്രത്തിൽ ഒരാളായിട്ട് എത്തുമ്പോ എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി? തങ്കമണി എന്ന് പറയുന്ന ദിലീപേട്ടൻ്റെ പൂജയ്ക്ക് വെച്ചിട്ടാണ് വിൻസെന്റ് സാർ, അതായത് RK വിൻസെന്റ് സെൽവ, ഇങ്ങനെ ഒരു മലയാളം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്കഷൻസ് വന്നു. ഓഫ്കോഴ്സ് സൈത്തേട്ടൻ എനിക്ക് ഒരു ഗുരുവിനെ പോലെയാണ്. പുള്ളി പ്രൊഡ്യൂസറാണ്. 30+ ഇയേഴ്സ് ആയി സിനിമയിൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ആളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കൊരു ഗേറ്റ് എൻട്രി എന്ന് പറയുന്നത് ആളാണ്. പിന്നെ അതിനുശേഷം RB ചൗധരി സാറായിട്ടും ഡയറക്ടറായിട്ടും നമ്മൾ സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് എങ്ങനെ ഹീറോ ആരെ വെക്കാം എന്ന് പ്ലേസ് ചെയ്ത് അങ്ങനെയാണ് മാധവന് ഇതിലേക്ക് നമ്മൾ പറയുന്നത്. അങ്ങനെ പോയി അപ്രോച്ച് ചെയ്ത് മാധവ് സമ്മതിച്ച് ഒരു വിധം. കാരണം ഫസ്റ്റ് മൂവി ആണല്ലോ. അപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ മൂവി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സിനിമയോടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. മാധവന് നല്ല ഷാർപ്പാണ്. ആ ദിവസം എങ്ങനെ സിനിമ വരണം, എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഒരാൾ സിനിമയിൽ ഹീറോ എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഒരാൾ കിട്ടുന്നത് സിനിമയെ കുറിച്ച് നല്ല ബോധമുള്ള ഒരാൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ. അത് മാധവൻ അങ്ങനെ ഞങ്ങള് ശരിയാക്കി എടുത്തു. എല്ലാരും കാസ്റ്റ് ചെയ്യുമ്പോ അജ്മലിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവുമല്ലോ. ഇവരാരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞ ഇടയില് എപ്പോഴെങ്കിലും ഈ കുട്ടീനെ മറ്റു നമുക്ക് വേറെ ചില സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് പിന്നീട് അവർക്ക്, പക്ഷെ ഇവരെല്ലാരും ആസ് എ ഹ്യൂമൻ ബീങ്സ് അവരെല്ലാരും നല്ല എന്താ പറയാ സ്നേഹമുണ്ട് എല്ലാരും ഉള്ളില്. കണ്ടല്ലോ, സെറ്റിൽ വെച്ച് കൊടുത്ത പണിക്കെല്ലാം ഭൈരവൻ ഇവിടെ വെച്ചാണ്. ഇടയ്ക്കൊരു പണിയൊക്കെ അങ്ങനെ അതാണ്. അങ്ങനെ ഡിസ്കഷൻ ചെയ്ത് അങ്ങനെ സിനിമ ഞങ്ങള് എനിക്ക് തോന്നുന്നു ഏപ്രിൽ നമ്മൾ തുടങ്ങി. പിന്നെ കുമ്മാട്ടിക്കളി ഫെസ്റ്റിവൽ ആയതുകൊണ്ട് നമുക്ക് ഫെസ്റ്റിവലിന്റെ കാര്യങ്ങൾ അതിൻ്റെ വേണ്ടി ടൈമിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഒരു 3 ഷെഡ്യൂളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ഒരു 60 days ഞങ്ങൾ ഷൂട്ട് ചെയ്തു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരെയും കൂടെ. പ്രത്യേകിച്ച് വിജയനെയൊക്കെ വെച്ച് ഡയറക്റ്റ് ചെയ്ത നമുക്ക് ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ, പിന്നെ RB ചൗധരി സാറിനെ പോലത്തെ
98 ഫിലിംസ് ആൻഡ് സ്റ്റിൽ കൗണ്ടിങ്. അടുത്ത പടം ഫഹദിൻ്റെ ഒക്കെ ഫഹദ് ഫാസിൽ, പിന്നെ വടിവേലു, മാരിഷൻ എന്ന് പറഞ്ഞിട്ട് 99 100th പടം വീണ്ടും ആള് ചെയ്യാൻ പോകുന്നു. അപ്പം അത്രയും വലിയ ബാനറിലൊക്കെ നമ്മൾ സിനിമ ആഗ്രഹിച്ച് നമ്മൾ വരുമ്പോൾ നമുക്കത് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു ബ്ലെസ്സിങ് ആണ്. പിന്നെ മാധവ്, സുരേഷ് ചേട്ടൻ്റെ സപ്പോർട്ട് എല്ലാം ഭയങ്കര ദൈവാനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്ക് ഇപ്പോ കുമ്മാട്ടിക്കളിയാണോ? അപ്പൊ കുമ്മാട്ടിക്കളി എന്താന്ന് ശരിക്ക് നാലുപേർക്ക് അറിയാവും? ഒരു ആർട്ട് ഫോമാണ് കുമ്മാട്ടിക്കളി. പഴയ തൃശ്ശൂരിൽ വരുന്നാളല്ലേ? തൃശ്ശൂർ എന്താണ് കുമ്മാട്ടിക്കളി കളി എന്ന് പറയുന്നത്? പറയൂ. അറിയാം. ഞാനിങ്ങനെ തൃശ്ശൂരായിട്ട് തൃശ്ശൂരായാലും കുമ്മാട്ടിക്കളി തൃശ്ശൂരായിട്ട് കുമ്മാട്ടിക്കളി അതെ മോശമായി. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു റീജിയണലില് ഇപ്പൊ തൃശ്ശൂരില് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. കൂടുതലും നോർത്തേൺ കേരളയിലോട്ട് പ്രോമിനന്റ് ആയ ഒരു ഡാൻസ് ഫോം ആണത്. അതും ഓണം സമയത്ത് ചെയ്യുന്ന ഒരു കലയാണ്. രണ്ടുതരം കുമ്മാട്ടി ഉണ്ട്. അതൊന്ന് മുണ്ടൂര് കുമ്മാട്ടി, മറ്റേ അയ്യപ്പൻ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഇത് കംപ്ലീറ്റ്ലി വേറെ ഒരു ആർട്ട് ഫോമാണ്. ഐതിഹ്യം എന്തുകൊണ്ട് നമ്മൾ കുമ്മാട്ടി കളിക്കുന്നു? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ദൈവത്തിന്റെ രൂപങ്ങളാണ്. ആക്ച്വലി ദൈവത്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. കാര്യമായിട്ട് പറഞ്ഞു ശിവൻ, പിന്നെ ഭഗവതി, ദേവി, കൂടുതൽ ദൈവങ്ങളെ പേരെങ്ങനെ അറിയില്ല. ശിവന്റെ അതർ ഫോംസ് ഉണ്ടല്ലോ, ഡേറ്റ് അതർ ഫോംസ് ആണ് മെയിൻ ആയിട്ട് ഞാൻ കണ്ടത്. എന്തുകൊണ്ട് ഓണത്തിന് വരുന്നത്? ഓണത്തിനാണല്ലോ കുമ്മാട്ടിക്കളി നമ്മൾ കൂടുതൽ അതെ, അത് ഓണത്തിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചേച്ചി തന്നെ പറഞ്ഞു എന്തായിരുന്നു കാരണം പഠിച്ചു വന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ ചേച്ചി വിളിച്ചെന്നെ. അയ്യോ വിഷമായി പോയി. ഓക്കെ, എന്തായിരുന്നു പേര്? ഞാൻ പേര് പറയാം. പ്രിയ. പ്രിയ. ഓക്കെ, ഞാൻ പ്രിയ പറയും. അല്ല, അത് പഞ്ചപാണ്ഡവന്മാര് വനവാസകാലത്ത് അർജുനൻ പ്രാർത്ഥിച്ച് ശിവന്റെ പ്രീതി നേടി ഒരു ആയുധം, ശിവന്റെ ആയുധം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തപസ് ചെയ്തു. ആ സമയത്ത് ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവനും പാർവതിയും കൂടെ കാട്ടാള വേഷത്തിൽ വന്നിട്ട് അവരുടെ ശിവന്റെ ഇതിലുള്ള ഭൂതഗണങ്ങളാണ് ഈ കുമ്മാട്ടി വേഷം കെട്ടിയിട്ട് വരുന്നത്. അപ്പൊ ശിവൻ പറഞ്ഞു പാർവതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂതഗണങ്ങൾ വന്നത്. അപ്പൊ അവരുടെ നൃത്തം കണ്ടപ്പോ ഇതുപോലെ ജനങ്ങളെയും സന്തോഷിപ്പിക്കണം. എന്റെ സുഹൃത്തായിട്ടുള്ള മഹാബലി വരുമ്പോൾ ജനങ്ങളെയും സന്തോഷിക്കും. ഇനി അടുത്ത ഇന്റർവ്യൂസിനെല്ലാം ഉത്തരം കിട്ടിയല്ലോ. മിഥുനും ധനജിക്കും പറഞ്ഞു കൊടുക്കല്ലേ? എന്തുകൊണ്ടാണല്ലേ? ഓക്കെ, മാധവിക്കാൻ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ ആക്ടർ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ പേരിൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ചേട്ടൻ മകൻ എന്ന രീതിയിൽ അച്ഛൻ്റെ അഭിനയം അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ആക്ടർ എത്രത്തോളം മാധവിൻ്റെ നടനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? കൂടുതലും കണ്ടു പഠിച്ചതാണ് അച്ഛൻ എന്നൊരു ആക്ടറിൽ നിന്നും ഇൻഫ്ലുവൻസ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പം ചേട്ടൻ്റെ കാര്യത്തിലാണെങ്കിലും എൻ്റെ കാര്യത്തിലാണെങ്കിലും സിനിമയിൽ കയറുമ്പോൾ അച്ഛൻ തന്നിട്ടുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് prepare well, do your best, have confidence in yourself and give your best mainly. അല്ലാതെ ഞാനിങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെയാണ് ഇത് ചെയ്തത്, ഞാൻ അങ്ങനെയായിരുന്നു ആ സമയത്ത് ആലോചിച്ചത്, ഇങ്ങനത്തെ ഒരു ലൈൻ ഓഫ് അഡ്വൈസ് അച്ഛൻ്റെ നിന്ന് വരത്തില്ല. ഹി ബിലീവ്സ് ഇൻ us being independent. Obviously ഇപ്പം അച്ഛൻ പേവ് ചെയ്തൊരു പാത്തിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് ഹിപ്പോക്രറ്റിക്കലായിട്ട് തോന്നും. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ പേരിൽ മാധവ് സുരേഷിന് ഒരു സിനിമ കിട്ടും, രണ്ടാമത്തെ സിനിമ മാധവ് സുരേഷിനെ നേടിയെടുക്കേണ്ടി വരും. ഇപ്പൊ വരുന്നവരെ തന്നെ അങ്ങനെ ഇപ്പൊ നെപ്പോ കിഡ് എന്ന് പറഞ്ഞിട്ട് കഴിവുള്ളവർ വന്നു കഴിഞ്ഞാലും അവർക്ക് ആ ഒരു പേര്, ആ ഒരു പ്രിവിലേജ് ഉണ്ടെന്ന് ചുമ്മാ പറഞ്ഞിട്ട് അടിച്ചമർത്തുന്ന പോലെ ഒരു സംഭവം നമുക്ക് നടക്കുന്നുണ്ട്. എന്റെ രണ്ട് എക്സാമ്പിൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് ദുൽഖർ സൽമാൻ, ഒന്ന് പൃഥ്വിരാജ് സുകുമാരൻ. ഇവരാരെങ്കിലും ഈ കാലഘട്ടത്തിൽ നെപ്പോ കിഡ് എന്ന് വിളിക്കുമോ? വന്ന സമയത്ത് എന്തൊക്കെയാ പറഞ്ഞത്? എസ്പെഷ്യലി ചാലൂഖിനെ പറ്റി ഒരു കാര്യമില്ലാത്തതാണ്. കഴിവുണ്ടെങ്കിൽ ഏതൊരു മേഖലയിലും പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഡോക്ടറിന്റെ മുൻ MBBS എടുത്തായാലും ഒരു ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് നന്നാവണമെന്നില്ല. ആ വർക്കിൽ കഴിവുകൊണ്ട് തെളിയിച്ച് ടോപ്പ് ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആ കഴിവോടെ തെളിയിക്കേണ്ടി വരും. ഒരു വക്കീലിന്റെ മുൻ
ലോ പഠിച്ച് വക്കീലാവാൻ പറ്റും. സ്വന്തം അച്ഛന്റെ ഫേമിൽ തന്നെ ഇന്റേൺഷിപ്പ് എടുത്തോ വർക്ക് ചെയ്തോ വളരാൻ പറ്റും. പക്ഷെ ആ അച്ഛൻ അത്ര ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ആ ലെവലിലോട്ട് എത്താൻ സ്വയമേ എഫേർട്ട് ഇട്ട് പഠിച്ചു വന്നാലേ ആവത്തുള്ളൂ. അതേപോലെ മാധു സുരേഷ് ഗോപിയുടെ മകനായോണ്ട് സിനിമയുടെ ഓപ്പർച്യൂണിറ്റി ഇങ്ങോട്ട് വന്നു. അത് ഞാൻ എന്റെ കയ്യിൽ വെക്കുകയോ എങ്ങനെ ഉപയോഗിക്കുകയോ അത് എന്റെ കഴിവ് പോലെ മാത്രമേ ഇരിക്കത്തുള്ളൂ. അതില് ഇപ്പൊ ആക്ടിങ്ങിൽ വരുമ്പോ അച്ഛനെ എങ്ങനെ എടുക്കാം എന്നുള്ള രീതിയിൽ ഇപ്പൊ അച്ഛനെന്നാലും ഗൂഗിളായിട്ടും എന്തെങ്കിലും ആക്ടിങ് കണ്ടിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് സ്വന്തമായി പിക്ക് ചെയ്ത് വല്ലതുണ്ടോ? അവരുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അവർ സ്ക്രിപ്റ്റ് പഠിക്കുന്ന രീതി അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറി എന്തെങ്കിലും? തീർച്ചയായും. ഞാൻ ജനിക്കുന്ന സമയത്ത് അച്ഛന്റെ കരിയറിന്റെ ഒരു മിഡിൽ സ്റ്റേജിലാണ്. എനിക്കൊരു ബോധം വന്ന പ്രായം തൊട്ട് ഞാൻ കണ്ട കാര്യങ്ങളും എല്ലാം അച്ഛൻ്റെ എനിക്കൊരു പരിധിക്കുള്ളൂ. ചെറുപ്പത്തിൽ പഠിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ഇമ്പാക്ട് വന്നിട്ടുള്ള എൻ്റെ ചേട്ടൻ്റെ കരിയറാണ്. ഇപ്പോഴും എൻ്റെ സിനിമയിലെ ആക്ടീവ് ഞാൻ ഒരു സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് അഡ്വൈസ് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ തന്നെ ചേട്ടൻ്റെ അടുത്തായിരുന്നു. ആൻഡ് ആള് എനിക്ക് 16 വയസ്സുള്ളപ്പോഴായിരുന്നു ഫസ്റ്റ് സിനിമ റിലീസ് ആവുന്നത്. അപ്പോൾ തൊട്ട് ആക്റ്റീവ്ലി ഞാൻ എങ്ങനെയാണ് മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എന്തൊക്കെയാണ് പോയിന്റേഴ്സ് ഒബ്സർവ് ചെയ്യുന്നത്, സിനിമയിൽ ആക്ട് ചെയ്യുമ്പോൾ ഒരു ക്യാമറയ്ക്ക് എങ്ങനെയാണ് ഫേവറബിൾ ആവുന്നത്, ഇങ്ങനത്തെ കുറച്ച് മൈക്രോ ആസ്പെക്ട്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടുപഠിച്ചിരിക്കുന്നത് കൂടുതലും ചേട്ടൻ്റെ. ദാറ്റ്സ് മോർ ഓഫ് എ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഫോർ മീ. എനിക്ക് കൂടുതലും എങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, ഒരാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് മറ്റൊരാൾ പഠിക്കുന്നതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ, അതെനിക്ക് കൂടുതൽ ഈസിയായിട്ട് വന്നത് എൻ്റെ ചേട്ടൻ്റെ. കാര്യം ഈ ജനറേഷനിലെ ആളും കൂടെയാണ്. അച്ഛൻ വർക്ക് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടിങ് തൊട്ടെന്ന് പറയുകയാണെങ്കിൽ ലേറ്റ് 80s 1986 സുരേഷ് ഗോപി എന്ന അഡൾട്ട് സിനിമ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് അതിൽ നിന്ന് റിലേറ്റ് ചെയ്ത് ഇപ്പൊ സിനിമ എടുക്കുന്ന രീതി ഒന്നും ആ കാലത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. എന്റെ ഒരു ക്ലോസർ റെഫറൻസ് ഉണ്ടായിട്ടുള്ളത് എന്റെ ചേട്ടനായിരുന്നു. ഇപ്പൊ കാലഘട്ടത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ഡയറക്ടർക്ക് വരുമ്പോ ആ ഒരു 8 ഇയേഴ്സിന്റെ ഡിഫറൻസ് ഉണ്ടല്ലോ. ആ 8 ഇയേഴ്സിൽ ഭയങ്കരമായിട്ട് സിനിമ മാറിയിട്ടുണ്ട്, ഒരുപാട് ചേഞ്ച് ആയി. ഇപ്പൊ മലയാളം സിനിമയായാലും ഇന്ത്യൻ സിനിമയായാലും ലോക സിനിമയായാലും ഭയങ്കരമായിട്ട് ചേഞ്ച് ആയി. അപ്പൊ ആ ഒരു 8 years എന്ന് വെച്ചാൽ ലാസ്റ്റ് ഫിലിം 2016 ആണ്. I think the point is പ്രിയ പറയാൻ നോക്കുന്നതെന്ന് വെച്ചാൽ 4 years ആണെങ്കിലും 6 years ആണെങ്കിലും 8 years ആണെങ്കിലും എസ്പെഷ്യലി പോസ്റ്റ് കോവിഡ് വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും ഡൈനാമിക് ചേഞ്ച് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആവേണ്ടതുണ്ട്. ലൈഫ് ഹാസ് ബീൻ വെരി ഫാസ്റ്റ് പേസ്ഡ് ആഫ്റ്റർ കോവിഡ്, ദിസ് ഇൻഡസ്ട്രി ആസ് വെൽ. അങ്ങനെ നോക്കുവാണെങ്കിൽ വിൻസെന്റ് സാറിൻ്റെതായ കുറെ രീതികളുണ്ട് വർക്ക് ചെയ്യാനായിട്ട്. അതിപ്പോ ഒരു 2023 ഫസ്റ്റ് ഒരു സിനിമ ഡയറക്ട് ചെയ്ത ആള് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആയിരിക്കില്ല സാർ യൂസ് ചെയ്യുന്നത്. സാറിന്റെ എക്സ്പീരിയൻസും സാറിന്റെ ലൈൻ ഓഫ് വർക്കിലും കിട്ടിയിരിക്കുന്ന അനുഭവങ്ങൾ വെച്ച് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. സാറിന് മനുഷ്യനാണ്, ഓരോരുത്തർക്കും അവരുടേതായ രീതികളുണ്ട്. സാർ ഫുള്ളി ഒരു മോഡേൺ ഡേ ഡയറക്ടറാണ് ഒരിക്കലും അല്ല, ആവാൻ പറ്റത്തില്ല. കാര്യം സാർ 90s തൊട്ട് വർക്ക് ചെയ്യുന്നതാണ്. സാറിൻ്റെതായ ഒരു ഓൾഡ് സ്കൂൾ പാറ്റേണും ഉണ്ട്. അത് ഇപ്പൊ സിനിമയിലോട്ട് വരുമ്പോഴത്തേക്കും സാർ ഒരു തമിഴ് ഫിലിം പ്രൊഡോമിനന്റ്ലി ഡയറക്ട് ചെയ്യുന്ന ആളാണ്. ഒരു തമിഴ് സ്റ്റൈലില് മലയാള സിനിമയിലോട്ടിന്റെ ഒരു മലയാളം ആർട്ടിസ്റ്റിന്റെ ഒരു ബ്ലെൻഡ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കുമ്മാട്ടിക്കളി ഈസ് എ ബ്ലെൻഡ് ഓഫ് ബോത്ത്, let's say a Tamil crew and Malayalam artists. Yes. Midun is also a Tamil artist. പക്ഷെ മിഥുന്റെ മാക്സിമം ഒരു മലയാളം ഔട്ട്പുട്ട് കിട്ടാനായിട്ടാണ് അവിടെ നോക്കിയിട്ടുള്ളത്. പക്ഷെ ഡയറക്ടർ വരുമ്പോഴത്തേക്കും ഡയറക്ടറിന്റെ വിഷൻ വെച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ആ വിഷൻ എന്തുകൊണ്ടാണ് മോൾഡ് ചെയ്തിരിക്കുന്നത്? Tamil style. And he's a director of experience. ഒരു ഓൾഡ് സ്കൂൾ നേച്ചറും വരും അതിൽ. അപ്പോൾ ഇങ്ങനെ മുന്നേ ഇപ്പൊ കുറച്ച് വർഷം മുന്നേ ആണെങ്കിലും ഡയറക്ട് ചെയ്ത ഒരാളുടെ കൂടെ അപ്പോൾ ഇപ്പൊ ഒരുപാട് സിനിമകൾ ഈ ഒരു ജനറേഷനിൽ ആക്ട് ചെയ്തിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ആ ഒരു വ്യത്യാസം കണ്ടിട്ടുണ്ടോ? പണ്ട് സിനിമ അവർക്ക് അതിൻ്റെതായ ടിപ്പുകൾ ഉണ്ടായിരിക്കും, അന്ന് ഡയറക്ട് ചെയ്ത രീതി, ആ ടിപ്പുകൾ അതൊക്കെ കുറച്ച് അനുഭവം തോന്നിയിട്ടുണ്ടോ? ഓക്കെ ഇങ്ങനത്തെ എന്നുള്ള രീതിയിൽ. പുള്ളിക്ക് എഡിറ്റിംഗ് വേർഷൻ പോലും പുള്ളിന്റെ മൈൻഡിലുണ്ട്. സ്പോട്ട് എഡിറ്റിംഗ് പോലും പുള്ളി വേണ്ടെന്ന് പറയാം. കാരണം ആ ഒരു സമയത്ത് വിജയനെയൊക്കെ വെച്ച് 2 പടങ്ങൾ ചെയ്ത ആ ഒരു ആൾ പറയുന്നത് എനിക്ക് സ്പോട്ട് എഡിറ്റിംഗ് വേണ്ട. കാരണം എൻ്റെ മനസ്സിലുള്ള സിനിമ അന്നത്തെ ഉള്ള സിനിമയാണ്. ചിലപ്പോൾ അഫ്കോഴ്സ് കാലം മാറിയതിൻ്റെ കാര്യങ്ങൾ ഇതുണ്ടാവും. പക്ഷെ പുള്ളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. ഇപ്പൊ മലയാളം സിനിമ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കുറച്ചായിട്ട് നല്ല കഥകളെയാണ് ആളുകൾ എടുക്കുന്നത്, പ്രേക്ഷകർ, എല്ലാ പ്രേക്ഷകരായാലും. അതിന് വലിയ സ്റ്റാർ കാസ്റ്റ് അവർ നോക്കുന്നില്ല, നല്ല കഥകൾ വരുന്നുണ്ടോ എടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് നമ്മളിപ്പോ ഒരു കുമ്മാട്ടിക്കളി പോലൊരു നല്ല സിനിമ നിങ്ങളുടെ ചെറുപ്പം, നിങ്ങൾ അതിൽ ആ ഒരു സബ്ജക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ എത്രത്തോളം കോൺഫിഡന്റ് ആണ്? അത് 100% കണ്ടന്റ് ആണ് കിങ്.
അപ്പോൾ അത് നല്ലൊരു പോയിന്റ് അത് പറഞ്ഞത്. കാരണം ഇന്നത്തെ കാലത്ത് സ്റ്റാർസോ, ഇത് ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ച കാര്യമാണ്. സാർ ഇപ്പം എന്നെ ഒന്നും ആർക്കും അറിയില്ല, നമ്മളൊക്കെ വെച്ച് ഇത്രയും നല്ല കാസ്റ്റ് നമുക്ക് ചെയ്തുകൂടെയെന്ന് ഞാൻ പ്രൊഡ്യൂസറിനോടും ചൗധരി സാറിനോടും ഡയറക്ടർ അടുത്തും പറഞ്ഞപ്പോൾ കണ്ടന്റാണ് കിങ്, ഐ ബിലീവ് ദാറ്റ്, നീ പണ്ണ് അപ്പടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സിനിമ എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പുതുമ എന്താണ് നമുക്ക് ഓഡിയൻസിന് കണക്റ്റ് ആവുന്നത്, അവിടെ അതാണ് വർക്കാവുക. അപ്പോൾ നമ്മളിത് വർക്കാവും നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കിനി പ്രേക്ഷകരുടെ എന്താണ് നമുക്ക് അപ്പം അറിയാം. എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായ എസൻസ് ഉണ്ട്. ഞാൻ 2 റെഫറൻസ് യൂസ് ആണ്. ഇപ്പോൾ ഭരചന്ദ്രൻ IPS സിനിമയുടെ ടൈറ്റിൽ തന്നെ ക്യാരക്ടറിൻ്റെതാണ്. സോ ഓബ്വിയസ്ലി ആ ക്യാരക്ടറാണ് അവിടെ കിങ്. പുതിയ മുഖം, ഒരാളെ പറ്റിയുള്ള സിനിമ, ഒരാളുടെ ജീവിതകഥ പോകുന്ന സിനിമയാണ്. കുമാട്ടിക്കളി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. 4 പേരുടെ അല്ലെങ്കിൽ 6 പേരുടെ, ചിലപ്പോൾ 7 പേരുടെ ജീവിതം കാണിക്കുന്ന ഒരു കഥയാണത്. ഒരു ഫാമിലിയുടെ സ്റ്റോറിയാണത്. അതിനൊരിക്കലും ഒരു 1 man ഷോ ആവാൻ പറ്റത്തില്ല, എസ്പെഷ്യലി ഓൺ ആൻ ആക്ടർ ലെവൽ. ഒരു ഡയറക്ടർ ലെവലിലും അത് ഒരു ഡയറക്ടോറിയൽ പെർഫോമൻസ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷെ ഡയറക്ടോറിയൽ പെർഫോമൻസ് ആവണമെങ്കിലും അവിടെ ഒരു ഫാമിലിയുടെ കഥ കാണിക്കുമ്പോൾ ഇത്രയും ആർട്ടിസ്റ്റിന് ഈക്വൽ പ്രയോറിറ്റി കൊടുത്ത് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ടന്റ് ഹാസ് ടു ബി കിങ്.